പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സഭായോഗത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട ഷാജി പാസ്റ്റർ, എൻ്റെ കുടുംബം, വാത്സല്യ സഭ, എന്നോടെല്ലാവരോടുള്ള നന്ദി ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങൾ വരെയും സ്വർഗത്തിലെ ദൈവം നമ്മെ ഒന്നിനും കുറവില്ലാതെ ദൈവം നമ്മെ നടത്തി. എത്ര പേർക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയും? ആമേൻ. ഹല്ലേലൂയ. ഒന്നിനും കുറവില്ലാതെ നമ്മെ നടത്തിയ കർത്താവിനെ രണ്ട് കരങ്ങളും ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്തേ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ സഭയിൽ ഇങ്ങനെ ഞങ്ങളുടെ ചർച്ചിനകത്ത് ഞാൻ ദൈവവചനം സംസാരിക്കുമ്പോൾ ഞാൻ ഞങ്ങളുടെ ദൈവമക്കളോട് ഞാൻ പറഞ്ഞൊരു കാര്യം, ദൈവം ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവമക്കൾ നന്ദിയുള്ളവരായിരിക്കണം. ആമേൻ. എന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവമക്കൾ ആരായിരിക്കണം? ഒന്ന് ഉറക്കെ പറഞ്ഞ്, ദൈവമക്കൾ ആരായിരിക്കണം? നന്ദിയുള്ളവരായിരിക്കണം. നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ദൈവത്തോട് ആരായിരിക്കണം? ദൈവത്തിന് നമ്മുടെ ഒന്നും വേണ്ട, ഒരു കാര്യവും ദൈവത്തിന് നമ്മുടെ വേണ്ട. ദൈവമാണ് നമുക്കെല്ലാം തരുന്നത്. സ്തോത്രം. നമുക്ക് കാശ് തരുന്നവൻ ദൈവമാണ്, മക്കളെ തന്നവൻ ദൈവമാണ്, കുടുംബത്തെ തന്നവൻ ദൈവമാണ്, ആയുസ് തന്നവൻ ദൈവമാണ്, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സർവ്വ സൗഭാഗ്യങ്ങളും തന്നവൻ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ ഇതൊന്നും തിരിച്ചു കൊടുത്താൽ ദൈവത്തെ സംതൃപ്തിപ്പെടുത്താൻ കഴിയത്തില്ല. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ ജനം എന്നോട് നന്ദിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നന്ദിയിൽ നിന്ന് വരുന്നതാണ് ആരാധന, ആ നന്ദിയിൽ നിന്ന് വരുന്നതാണ് പ്രാർത്ഥന, ആ നന്ദിയിൽ നിന്ന് വരുന്നതാണ് വിശുദ്ധ ജീവിതം. ഹല്ലേലൂയ. ഇതെല്ലാം ദൈവത്തോടുള്ള നന്ദിയിൽ നിന്ന് വരുന്നതാണ്. ഹല്ലേലൂയ. ഒരു പക്ഷേ നമുക്ക് നല്ല വീടുകളൊക്കെ കാണാം. നമ്മൾ ഈ ഷീറ്റിനകത്ത് വന്നിരുന്ന് ഒരല്പം ചൂടൊക്കെ അനുഭവിക്കുന്നത് നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തോടുള്ള നന്ദിയാണ്. ഇതൊന്നും നമ്മളെ ക്ഷീണിപ്പിക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഈ ഒരു വർഷത്തിൻ്റെ അവസാനം 31ാമത്തെ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പാസ്റ്റർ പറഞ്ഞു. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ താങ്ക്സ് ഗിവിംഗ് ആയിരിക്കണം. ആമേൻ. നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരുന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മെ നടത്തുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുന്ന ദൈവദാസനാണ് പ്രിയപ്പെട്ട ഷാജി പാസ്റ്റർ. ഒരുപാട് വർഷമായി കർത്താവിൻ്റെ ദാസനെ കണ്ടിട്ട് നന്ദിയോട് സ്തോത്രം. വീണ്ടും കാണുവാൻ തന്നെ ദാസൻ്റെ പ്രിയപ്പെട്ടവളെ കുഞ്ഞുങ്ങളെ അവരെയൊക്കെ കാണുവാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവിന് വേണ്ടി വളരെ തീഷ്ണതയോടെ ദേശത്ത് പ്രവർത്തിക്കുന്ന, വലിയ ദർശനത്തോടു കൂടെ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ്. കർത്താവിൻ്റെ സുവിശേഷ ആത്മാവുള്ള ദൈവദാസനാണ്. ദൈവത്തിൻ്റെ ദാസനെ ദൈവശക്തമായി വീണ്ടും ദൈവം ബലപ്പെടുത്തട്ടെ. തന്നോടുകൂടെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അനുഗ്രഹീതരായ അഭിഷിക്തന്മാരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം. നമുക്ക് അല്പം നേരത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. സ്തോത്രം. എബ്രായർക്കുള്ള ലേഖനം, ബുക്ക് ഓഫ് ഹീബ്രു ചാപ്റ്റർ 11, 11-ാം അധ്യായം. എബ്രായർ ലേഖനം 11-ാം അധ്യായം. സ്തോത്രം. അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വായിച്ചാട്ടെ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല. ആമേൻ. ഹല്ലേലൂയ. കരങ്ങളെ തൂക്കി കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 മണിക്കൂർ നിങ്ങളുമായിട്ട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കൂടുതൽ സമയം ഞാൻ എടുക്കുന്നില്ല. 1 മണിക്കൂർ വളരെ കമ്പി വാചകത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം ചിന്തിക്കാം. എന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മർമ്മപ്രധാനമായ ശുശ്രൂഷ എന്ന് പറഞ്ഞ് ദൈവവചനം സംസാരിക്കുക എന്നുള്ളതാണ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് എനിക്ക് തരുന്ന ആലോചനകൾ നിങ്ങളോട് പറയാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പറയും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിക്കും. നിങ്ങളെല്ലാവരുടെ തലയൊന്ന് ഉയർത്തി എന്നെ ഒന്ന് നോക്കി, എന്നെ ഇങ്ങനെ നോക്കി. ആമേൻ.
എല്ലാവരും എന്നെ നോക്കിയിരുന്ന കറക്റ്റ് എന്നെ നോക്കി തന്നെ ഇരിക്കണം. ഈ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുകയാണ്. ആമേൻ, സ്തോത്രം. ഇവിടെ വായിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ വളരെ ശാന്തമായിട്ട് ഒരല്പ ദൈവവചനം നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് വിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ, സ്തോത്രം, പൗലോസ് ഒറ്റ കാര്യമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ: കർത്താവായ യേശുക്രിസ്തു ആരിലും ശ്രേഷ്ഠൻ. ആമേൻ. കർത്താവായ യേശുക്രിസ്തു, ഒന്ന് പറഞ്ഞേ, കർത്താവായ യേശുക്രിസ്തു ആരിലും വലിയവൻ. ഒന്നോർക്കെ പറഞ്ഞേ, കർത്താവായ യേശുക്രിസ്തു ആരിലും വലിയ. അവർ കണ്ട പ്രവാചകന്മാരിൽ ഏറ്റവും വലിയ പ്രവാചകന്മാരായിരുന്നു ഹല്ലേലൂയ യോനാ പ്രവാചകൻ, മോശ, ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന യോനാ പ്രവാചകൻ. ഇവരൊക്കെ കണ്ട ഇസ്രായേൽ മക്കൾ കണ്ട ഏറ്റവും വലിയ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു ഹല്ലേലൂയ ഇവരെല്ലാം. പക്ഷേ സ്തോത്രം, ഇവർ യേശുക്രിസ്തുവിനെ ആ പ്രവാചക ഗണത്തിൽ കണ്ട് ആ വന്ന ഗുരുവിനെ പോലെ യേശുവിനെ കണ്ടപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എബ്രായ വിശ്വാസികളോട് നിരത്തിപ്പിടിച്ച് എഴുതുകയാണ്: നമ്മുടെ യേശു കർത്താവ് മോശയെക്കാളും ശ്രേഷ്ഠൻ, നമ്മുടെ യേശു കർത്താവ് അഹരോനേക്കാളും ശ്രേഷ്ഠൻ, നമ്മുടെ യേശു കർത്താവ് യോനയെക്കാളും ശ്രേഷ്ഠൻ, നമ്മുടെ യേശു കർത്താവ് ആരിലും ശ്രേഷ്ഠൻ. ഇന്ന് ഹല്ലേലൂയ എനിക്കും ഈ സഭയിൽ നിന്ന് ഉറക്കെ പറയാൻ കഴിയുന്നത് ഇത് മാത്രമേ ഉള്ളൂ: നമ്മുടെ യേശു കർത്താവ് അവൻ ഡോക്ടർമാരെക്കാളും ശ്രേഷ്ഠൻ, നമ്മുടെ യേശു കർത്താവ് സകലരെക്കാളും ശ്രേഷ്ഠൻ, നമ്മുടെ യേശു കർത്താവ് രാഷ്ട്രീയ നേതാക്കന്മാരെക്കാളും ശ്രേഷ്ഠൻ. നമ്മുടെ യേശുവിനെ പോലൊരു ശ്രേഷ്ഠൻ വേറെ ആരുമില്ല. അത് മനസ്സിലാക്കുന്ന ദൈവമക്കൾ ആ ഇരു കൈകൾ ചേർത്തടിച്ച് ദൈവത്തെ അല്പനേരം, ആ ശ്രേഷ്ഠനായ ദൈവത്തെ അല്പനേരം ഒന്ന് സ്തുതിച്ചാരാധിച്ചാട്ട് സകല മഹത്വവും, ഓൾ ദ ഗ്ലോറി ആൻഡ് ഹോണർ, എല്ലാ മഹത്വവും ഇന്ന് ഈ പകൽക്കാലം യേശുവിനൊന്ന് കൊടുത്താട്ട് ആ കൈകളെ ചേർത്തടിച്ച് ലജ്ജ കൂടാതെ ആ ശ്രേഷ്ഠനായ ദൈവത്തെ ഒന്ന് അല്പനേരം ഒന്ന് ആരാധിച്ചാണ്. യേശു ശ്രേഷ്ഠൻ. ഹല്ലേലൂയ. യേശു ശ്രേഷ്ഠനായ ദൈവം, അവൻ ആരിലും ശ്രേഷ്ഠനായ ദൈവം. അവനെ പോലൊരു ദൈവമില്ല, അവൻ അല്ലാതൊരു ദൈവമില്ല. ഹല്ലേലൂയ. ആമേൻ. ഈ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ അങ്ങോട്ട് എഴുതി താഴേക്ക് എബ്രായയിലേക്ക് 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കാര്യം, ഈ ഫെയ്ത്തിനെ കുറിച്ച്, വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിക്കുക. വിശ്വാസം എന്തിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്? ഫെയ്ത്ത്. ഒന്ന് പറഞ്ഞേ, ഒന്ന് ഉറക്കെ പറഞ്ഞേ. കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ഉറക്കെ പറഞ്ഞേ. വിശ്വാസം. ഈ കുഞ്ഞുങ്ങളൊന്നും മിണ്ടുന്നില്ല. ഉറക്കെ പറഞ്ഞേ വിശ്വാസം. ഒന്ന് ഉറക്കെ പറഞ്ഞേ വിശ്വാസം. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ വിശ്വാസം. വിശ്വാസം. വിശ്വാസം എന്താണ്? ഫെയ്ത്ത് എന്താണ്? വിശ്വാസം. സ്തോത്രം. അപ്പോ വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. കാണാത്ത കാര്യങ്ങൾ. നിങ്ങളൊരു കാര്യം എന്നെ നോക്കി ഒന്ന്. കാണാത്ത കാര്യങ്ങൾ, ഇന്ന് വരെ കാണാത്ത കാര്യങ്ങൾ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ചില കാര്യങ്ങളെ നമ്മൾ കാണാതെ നമ്മൾ വിശ്വസിക്കുന്നു, അതാണ് ഫെയ്ത്ത്. ചില കാര്യങ്ങളെ കാണാതെ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ഒരു കാര്യം ഈ എബ്രായ ലേഖനത്തിൽ നിന്ന് തന്നെ പറയാം. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ മുഖാമുഖമായി കണ്ടിട്ടില്ല ഇതുവരെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യേശു ക്രിസ്തുവിനെ നമ്മൾ ഇതുവരെ ഫേസ് ടു ഫേസ് ആയിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം, എൻ്റെ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോ യേശുവിനെ മുഖാമുഖമായി കാണുന്നില്ലെങ്കിലും ഞാൻ ഒരിക്കൽ എൻ്റെ യേശുവിനെ കാണും. ഒരു സ്തോത്രം ചെയ്തേ. ആമേൻ. ദൈവമക്കൾ ഒന്ന് ചാടി അതിലൊന്ന് പിടിച്ചേ. ആമേൻ. ഹല്ലേലൂയ. ഞാനിപ്പോ യേശുവിനെ ഞാൻ കാണുന്നില്ല, യേശുവിനെ ഇപ്പോൾ ഞാൻ എൻ്റെ മുഖാമുഖമായി കാണുന്നില്ല. പക്ഷെ എൻ്റെ ആന്തരികമായ ഫെയ്ത്ത് എന്താന്ന് ചോദിച്ചാൽ, ഞാൻ കാണാതെ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ യേശുവിനെ കാണുന്നില്ലെങ്കിലും ആത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു, ആ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഒരിക്കൽ എൻ്റെ യേശുവിനെ മുഖാമുഖമായി കാണും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തോത്രം ചെയ്തേ. ആമേൻ. ഹല്ലേലൂയ. യേശു ഭൂമിയിലേക്ക് വന്നു എന്ന് ഞാൻ കണ്ടില്ല, യേശു ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത്. പക്ഷേ യേശു ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത് തിരുവെഴുത്ത് പറയുന്നു. തിരുവെഴുത്ത് പറയുന്നത് കൊണ്ട് യേശു വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. സ്തോത്രം.
യേശു വന്നില്ലെന്ന് പലരും വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു യേശു ഭൂമിയിലേക്ക് വന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ, ഹല്ലേലൂയ. അടുത്ത ഒന്ന്, യേശു എന്റെ ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സ്തോത്രം ചെയ്തേ. ആമേൻ. യേശു ദൈവമെന്ന് വിശ്വസിച്ചാൽ പിശാച് ഓടി മറയും. യേശു ദൈവമെന്ന് വിശ്വസിക്കാത്തിടത്തോളം കാലം പിശാച് നമ്മുടെ ഇടയിൽ ഇരിക്കും. ഇന്ന് പകൽ ആ കൈകളെ ഉയർത്തി പറ, യേശു എന്റെ ദൈവമാണ്, യേശു എന്റെ ദൈവമാണ്. ഉറക്കെ വിളിച്ച് പറഞ്ഞ യേശു എന്റെ ദൈവമെന്ന് ഉറക്കെ പറഞ്ഞ് ഭവനത്തിനകത്ത് ചെല്ലുമ്പോ, ഇന്ന് ഈ ആശീർവാദം പറഞ്ഞ് നീ ഭവനത്തിൽ ചെല്ലുമ്പോ നിശ്ചയമായി നിന്റെ ഭവനത്തിനകത്ത് വിടുതൽ നീ കാണും. സ്തോത്രം. യേശു എന്റെ ദൈവം എന്നുള്ളത് എന്റെ ഫെയ്ത്താണ്. സ്തോത്രം. അടുത്തൊന്ന്, യേശു ക്രിസ്തു കാൽവറി ക്രൂശിന്മേൽ മരിച്ചത് ഞാൻ കണ്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. യേശു കാൽവറി ക്രൂശിന്മേൽ മരിച്ചത് ഞാൻ കണ്ടില്ല. പക്ഷേ ഞാൻ ഇന്ന് കാണാത്ത കാര്യങ്ങളെ, ഹല്ലേലൂയ, എനിക്ക് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ 3 ആണികളിലുമേ തൂങ്ങി മരിച്ച്, ഹല്ലേലൂയ, പിടഞ്ഞു മരിച്ച് അവസാനത്തുള്ളി രക്തം ഊറ്റിത്തന്ന ആ യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ കാണാതെ വിശ്വസിക്കുന്നു. ഒരു സ്തോത്രം ചെയ്തേ. ആമേൻ. ദൈവമക്കളെ, നാളെ കാണാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ വിശ്വസിക്കാം. അല്ലെ, നാളെ അടുത്ത വർഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്പം കഴിഞ്ഞ് നമുക്ക് വിശ്വസിക്കാം. ഈ ഒരു കാര്യം ഒന്ന് വിശ്വസിച്ച്, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിന്മേ എന്റെ പാപത്തിന് വേണ്ടി, എന്റെ രോഗത്തിന് വേണ്ടി, എന്റെ ശാപത്തിന് വേണ്ടി യേശു മരിച്ചു എന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാണാതെ വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? തലം. ഹല്ലേലൂയ. കർത്താവിനൊരു സ്തോത്രം ചെയ്തേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത, ഞാനൊന്ന് പുറമോട്ട് നോക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് അർദ്ധനഗ്നനായി. നിങ്ങൾ ഒരു നിമിഷം ശ്രദ്ധിച്ചേ. അവൻ ഒരു അർദ്ധനഗ്നനായി യേശു കാൽവറി ക്രൂശിന്മേൽ കിടക്കുമ്പോ ഞാൻ വിശ്വസിക്കുന്നു 2000 വർഷം കഴിഞ്ഞ് ജനിക്കേണ്ടിയ എന്റെ പാപവും യേശു ചുമന്നു എന്നുള്ളത്, ഹല്ലേലൂയ, അതെന്റെ ഫെയ്ത്താണ്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ആമേൻ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ആമേൻ. എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, അങ്ങേ അറ്റം വരെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഒരു വലിയ, നിങ്ങളുടെ തലയിൽ ആരും കൈവെക്കാതെ ഒരു മാസ് ഹീലിംഗ്, ഒരു വലിയ രോഗസൗഖ്യം നടക്കാൻ വേണ്ടി പോകുക, ഒരു വലിയ ഡെലിവറൻസ് നടക്കാൻ പോകുക. നിങ്ങൾ ഒറ്റ കാര്യം ഒന്ന് വിശ്വസിച്ച്, 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ ഗോൽഗോത്ത കുന്നിന്മേ, കാൽവറി മലയിന്മേ യേശു ആ ആണികളിന്മേൽ തൂങ്ങി, ഹല്ലേലൂയ, ആ ക്രൂശിന്മേൽ പിടഞ്ഞു മരിക്കുന്നത് എന്റെ രോഗത്തിന് വേണ്ടിയാണ്. അത് ഈ ഇരിപ്പിലിരുന്ന് ഇപ്പോൾ വിശ്വസിക്കുന്നതാണ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. സ്തോത്രം, സ്തോത്രം. പണ്ട് സംഭവിച്ചതിനെ ഞാൻ നോക്കിയേ, പണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യത്തെ അത് ഇന്ന് സംഭവിക്കുന്നത് പോലെ ഞാൻ വിശ്വാസത്തിന്റെ ജീവൻ കൊടുക്കുന്നതാണ് ഫെയ്ത്ത്. ആമേൻ, ആമേൻ. രക്ഷയ്ക്ക് എങ്ങനെ ജീവൻ കിട്ടുന്നറിയോ? യേശു കാൽവറി ക്രൂശിൽ മേൽ നമ്മുടെ രക്ഷിതാവായി കർത്താവ് പിടഞ്ഞു മരിക്കുമ്പോൾ ആ രക്ഷ എനിക്ക് കിട്ടണമെങ്കിൽ ആ രക്ഷയെ ഞാൻ വിശ്വസിക്കണം. യേശു കർത്താവ് കാൽവറി ക്രൂശിന്മേൽ നമ്മുടെ രോഗങ്ങളെ, അവന്റെ അടിപ്പിണരുകളാ അവൻ രോഗത്തെ വഹിച്ചു എന്നുള്ളത് ഇന്ന് രോഗസൗഖ്യം കിട്ടണമെങ്കിൽ ആ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ, ആ യേശു ക്രിസ്തു ചുമന്ന രോഗസൗഖ്യത്തെ എന്റെ വിശ്വാസം കൊണ്ട് ഞാൻ ഏറ്റെടുക്കണം.
വിശ്വസിക്കാത്തതോട് ഒന്നും നടക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഒരു വലിയ ഫെയ്ത്ത്, ഒരു വലിയ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് കയറി ആ രോഗസൗഖ്യത്തെ ഒന്ന് കയറി പിടിച്ച് ആമേൻ ഹല്ലേലൂയ. യേശു തകർത്ത ആ ശാപം, ഹല്ലേലൂയ, ആ ശാപം എൻ്റെ ശാപം, എൻ്റെ കുടുംബത്തിലെ ശാപം, എൻ്റെ പിതാക്കന്മാർ ചെയ്ത ശാപം, എൻ്റെ തലമുറ മേൽ വന്ന ശാപങ്ങൾ, അതിനെ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ ഉടച്ചു എന്നുള്ളത് ഇന്ന് ഈ ആരാധനാലയത്തിൽ ഇരുന്ന് വിശ്വസിക്കുന്ന നിന്റെ മേൽ ആ ഒരു വലിയ റിലീസ്, ഇന്ന് പകൽക്കാലം ഒരു ഫ്രീഡത്തിന്റെ റിലീസ് ഇന്ന് കർത്താവ് അഴിച്ചുവിടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വന്നതുപോലല്ല. ഇന്ന് പകൽക്കാലം ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ ചില ദൈവമക്കൾ സ്വാതന്ത്ര്യം പ്രാപിച്ച് തുള്ളിച്ചാടി ആനന്ദത്തോടെ പോകുന്ന പകൽക്കാലമാ. ആ കൈകളെ ചേർത്തടിച്ച് അഭിഷേകം പ്രാപിച്ച ദൈവമക്കളല്ല അതരങ്ങളെ തുറന്ന് അല്പനേരം അന്യഭാഷ അടയാളത്ത് ദൈവത്തെ ശക്തമായി സ്തുതിച്ചാരാധിച്ചാണ്. ഒരു വലിയ ദൈവത്തിന്റെ ശക്തമായ വിടുതൽ, ഒരു ഫ്രീഡം. ഹല്ലേലൂയ. ചില ജീവിതങ്ങൾക്ക് മുന്നേറാൻ കഴിയാതെ, എത്ര അധ്വാനിച്ചാലും മുന്നേറാൻ കഴിയാതെ, രോഗങ്ങൾ ഭവനത്തിൽ നിന്ന് വിട്ടുമാറാൻ കഴിയാതെ പുറകോട്ട് വലിക്കുന്ന എല്ലാ ഇരുളിന്റെ പോരുകൾ ഇന്ന് പകൽക്കാലം കത്തിയരിയട്ടെ. ഒന്ന് ശക്തമായി കൈകളെ ചേർത്തടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഭവനം ഇന്ന് പകൽക്കാലം, നിന്റെ കുടുംബം ഇന്ന് പകൽക്കാലം, നിന്റെ തലമുറ ഇന്ന് പകൽക്കാലം ഫ്രീ ആകുക. അതിനൊന്ന് വിശ്വാസം കൊടുത്തേ. വിശ്വാസം ഒന്ന് വിശ്വസിച്ച് ചാടിക്കയറി വിശ്വസിച്ച്. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ശക്തമായിട്ട് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് പകൽക്കാലം ഇങ്ങോട്ട് നോക്കിയേ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന തടസ്സത്തെ നോക്കി നിങ്ങൾ പറ ഹല്ലേലൂയ. തടസ്സമേ, ഇന്ന് ഞാൻ നിന്നെ കാണുന്നുണ്ട്. കടഭാരമായിരിക്കാം, രോഗമായിരിക്കാം, ശാപക്കുന്നുകളായിരിക്കാം, വെല്ലുവിളികളായിരിക്കാം. ആ വെല്ലുവിളികൾ അതിന്റെ ഫേസ് ടു ഫേസ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇന്ന് പകൽ അതിനെ ഓവർകം ചെയ്ത് 2000 വർഷം പിന്നിലേക്ക് നോക്കി പറ, ആ ശാപത്തെ ജയിച്ച, ആ രോഗത്തെ ജയിച്ച, ആ ശത്രുവിനെ ജയിച്ച ഞാനൊരു ഫെയ്ത്തിനെ ഇന്ന് പകൽക്കാലം വിശ്വാസത്തെ ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് ഈ ജനം സ്വാതന്ത്ര്യത്തോടെ പോകട്ടെ. ഇന്ന് ജനം സ്വാതന്ത്ര്യത്തോടെ പോട്ടെ. ഇന്ന് ഈ പകൽക്കാല കർത്താവേ, ഇവർക്ക് വിശക്കുന്നു, ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പ്, ഇവർക്ക് ഹല്ലേലൂയ ദാഹിക്കുന്നു, കുടിപ്പാൻ കൊടുക്ക് എന്ന് പറഞ്ഞ സ്വർഗത്തിലെ കർത്താവ് ജനം ക്ഷീണിച്ചിരിക്കുന്നു പറഞ്ഞപ്പോ അവരുടെ ക്ഷീണം മാറ്റിയ സ്വർഗത്തിലെ ദൈവമേ, വിവിധ വിഷയങ്ങളാ ക്ഷീണത്തോട് ഭാരത്തോട് ഇരിക്കുന്ന അങ്ങയുടെ ജനത്തോട് ഇന്ന് പകൽ അങ്ങ് മനസ്സലിയുന്നതോർത്ത് സ്തോത്രം. ഹല്ലേലൂയ. കൈകളെ ചേർത്തടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ആ കൈകളെ ചേർത്തടിച്ച് ഉച്ചത്തിൽ കൈകളെ ചേർത്തടിച്ച് അതരങ്ങളെ തുറന്ന് ശക്തിയോടെ ഹല്ലേലൂയ. ആ ബായ്ക്ക് കസാരകളിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാം ശക്തമായി ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഒരു വലിയ ചലനം ഇന്ന് പകൽക്കാലം വ്യാപരിക്കട്ടെ. ആർക്കും കാണാൻ കഴിയാത്ത, എക്സ്റേക്ക് കാണാൻ കഴിയാത്ത, സ്കാനിങ്ങിന് കാണാൻ കഴിയാത്ത, MRIക്ക് കാണാൻ കഴിയാത്ത, റേഡിയേഷൻ സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു വലിയ ഫെയ്ത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പ്രാവശ്യം മാറി മാറി നോക്കിയിട്ടും നിന്നെ അലട്ടുന്ന കടഭാരത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ കുമിഞ്ഞു കൂടി നിൽക്കുന്ന എല്ലാ കടഭാരങ്ങൾ, അതിന്റെ ബന്ധനങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്താൽ അതിനെ വെട്ടുന്നു, വിശ്വാസത്താൽ അതിനെ വെട്ടുന്നു, ആ ഞെരുക്കങ്ങളെ വെട്ടുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പോരാ പോരാ പോരാ. അധരങ്ങളെ തുറന്ന് ഹല്ലേലൂയ, അധരങ്ങളെ തുറന്ന്, അധരങ്ങളെ തുറന്ന് ഹല്ലേലൂയ. ചില വ്യക്തികൾക്ക് ആരാധിക്കാൻ കഴിയുന്നില്ല, ഹല്ലേലൂയ, സ്തുതിക്കാൻ കഴിയുന്നില്ല, അധരങ്ങൾ തുറക്കാൻ കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം നിന്റെ അധരത്തെ തുറക്കൂ, നിന്റെ അധരത്തെ തുറക്കൂ. അത് ശരീരത്തെ ഒന്ന് ചലിപ്പിക്കൂ ഇന്ന് പകൽ. ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ വലിയ കരം. ശബാബന ഹംദരഗദന. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഒരു തളർന്നു കിടന്ന പക്ഷപാതക്കാരനെ 4 പേർ ചുമന്നുകൊണ്ട് വരുന്നു യേശുവിന്റെ അരികിൽ വെക്കും നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ.
ആ ഒരു തളർന്നു കിടന്ന ഒരു മനുഷ്യനെ 4 പേർ എടുത്തുകൊണ്ട് വന്നു, അല്ലേ? യേശുവിന് മുമ്പിൽ വെച്ചു. അത് നിങ്ങളൊരു കാര്യം ഓർമ്മ വേണം. യേശു ക്രിസ്തു പറഞ്ഞു, ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു അവനെ സൗഖ്യമാക്കി. ആമേൻ. കൊണ്ടുവന്നവരുടെ ഹല്ലേലൂയ ഫെയ്ത്ത്, ചുമന്നു കൊണ്ടുവന്നവരുടെ ഫെയ്ത്ത്. പക്ഷേ നമ്മൾ അതും കഴിഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ കൊണ്ടുവന്നവന്റെ ഫെയ്ത്ത് അല്ല, നമുക്ക് വേണ്ടി ജീവൻ തന്നവനെ നമ്മൾ കണ്ടു. ഒരു സ്തോത്രം ചെയ്തേ. ആമേൻ. ഒരു സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. യേശു അവിടം വിട്ട് പിന്നെയും പോയി ദീർഘദൂരം യാത്ര ചെയ്ത് അവൻ കാൽവരി ക്രൂശിന്മേൽ അവൻ യാഗമായി തീർന്ന് അവൻ മരിച്ച് അടക്കപ്പെട്ട് അവൻ സ്വർഗാരോഹണം ചെയ്തു. അതുവരെ കണ്ടവരാ നമ്മൾ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൊ നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത്, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ കാണാത്ത കാര്യങ്ങളെ സ്തോത്രം ഹല്ലേലൂയ, അത്ഭുതത്തിന്റെ സാക്ഷ്യം, ഒരു സാക്ഷ്യം ഉളവാക്കണം. ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ തലങ്ങളിൽ വ്യാപരിക്കേണ്ടത്, നമ്മൾ വിശ്വസിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ യേശു അറിയാതെ തലയിലെ ഒരു മുടി പോലും പൊഴികയില്ല. ഒന്ന് പറഞ്ഞേ, എൻ്റെ തലയിലെ ഒരു മുടി പോലും യേശു അറിയാതെ, ഒന്ന് വിശ്വസിച്ച്, യേശു അറിയാതെ എനിക്ക് ഒന്നും സംഭവിക്കില്ല. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. ഹല്ലേലൂയ. യേശു ഇല്ലാതെ ഒരു നന്മയില്ല. യേശു അറിയാത്തൊരു നന്മ വരികയില്ല. യേശു തരാതൊരു നന്മ വരികയില്ല. യേശു തരാതൊരു ബന്ധനങ്ങൾ വരികയില്ല. യേശു അറിയാതെ എനിക്കൊന്നും വരികയില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന പ്രിയ ദൈവമക്കളെ, നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, അതിനാൽത്തല്ലോ പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചു. ഞാൻ പഴയ പിതാക്കന്മാരെ കുറിച്ച് ഞാൻ പറയാം, പക്ഷേ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചേ. നന്ദിയോട് സ്തോത്രം. ഈ കാൽവരി ക്രൂശിന്മേൽ നമ്മൾ കണ്ട, ഈ ക്രൂശിന്മേൽ നമ്മൾ കാണാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ക്രൂശിൽ കണ്ടത് എന്താണെന്നറിയോ? കണ്ണുകൊണ്ട് നോക്കുക കണ്ടത്, യേശുവിന് ശരിയായ വസ്ത്രമില്ലായിരുന്നു. യേശുവിൻ്റെ വസ്ത്രമെല്ലാം അവർ ഉരിഞ്ഞെടുത്ത് ഒരു 10-33 വയസ്സുള്ള ഒരു മനുഷ്യൻ ശരീരം മുഴുവനും ഉഴവയാല് പോലെ കീറി തലയിൽ മുൾക്കിടധാരിയായി ഒരു മനുഷ്യൻ ഇങ്ങനെ ക്രൂശിൽ കിടക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. യേശു ക്രൂശിൽ കിടന്ന് കരയുന്നു. അപ്പോ യേശു ക്രൂശിൽ കിടന്ന് കരയുന്നു. യേശു ക്രൂശിൽ കിടന്ന് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. യേശു ക്രൂശിൽ കിടന്ന് അവൻ ഇങ്ങനെ വിളിക്കുന്നു, എലോഹീം എലോഹീം ലമ്മ ശബദാനി എന്ന് അവൻ ഉറക്കെ നിലവിളിക്കുന്നു. ഈ നിലവിളിക്കുന്ന കാഴ്ചയൊക്കെയാണ് ദൂരെ നിന്ന് പടയാളികൾ കാണുന്നത്. ആമേൻ. പടയാളികൾ ആ കണ്ണുകൊണ്ട് കണ്ടിട്ട് പറയുക, അവന് ദാഹിക്കുന്നു, അവന് കുടിക്കാൻ കൊടുപ്പീൻ. ഹല്ലേലൂയ. പക്ഷേ യേശു കാൽവരി ക്രൂശിന്മേൽ ഇങ്ങനെ കിടക്കുമ്പോഴും, അക്ഷരീക ശരീരവുമായി യേശു കാൽവരി ക്രൂശിന്മേൽ ഇങ്ങനെ കിടക്കുമ്പോഴും അവൻ ദൈവത്വത്തിൽ ചെയ്യുന്ന, യേശു സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമായിരുന്നു. സമ്പൂർണ്ണ ദൈവമായ യേശു എന്ത് ചെയ്തെന്നറിയോ? കാൽവരി ക്രൂശിന്മേൽ യേശു ഇങ്ങനെ കിടക്കുമ്പോൾ, നിലവിളിക്കുമ്പോൾ തന്നെ, നിങ്ങൾ എന്നെ നോക്കിയേ, ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ യേശു ശരീരം ഉഴവുചാല് പോലെ കീറി തലയിൽ മുൾക്കിടം അടിച്ചവനായി കർത്താവ് ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ യേശു ചെയ്തൊരു കാര്യമുണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. എന്തെന്നറിയാമോ? പിശാചിന്റെ കയ്യിലിരുന്ന ആയുധങ്ങളെ പിടിച്ചു വാങ്ങി. ഒരു സ്തോത്രം ചെയ്തേ. ആമേൻ. ഒരു സ്തോത്രം ചെയ്തേ. പിശാചിനെ ആയുധവർഗം വെപ്പിച്ചെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്തേ. കാൽവരി ക്രൂശിൽ യേശു 3 ആണികളിൽ മേൽ കർത്താവ് ഇങ്ങനെ കിടക്കുമ്പോഴും യേശു ചെയ്ത് എന്താണെന്നറിയാമോ? അവന്റെ ദൈവത്വത്തിൽ അന്ന് വരെ ഉണ്ടായിരുന്ന പിശാചിന്റെ കൈകളിലെ വാഴ്ചകൾ, അധികാരങ്ങൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകൾ, ഇവയുടെ കയ്യിൽ ഉണ്ടായിരുന്ന സകല ആയുധങ്ങളും അവന്റെ കാൽവരി ക്രൂശിൽ, അവന്റെ കാൽച്ചുവട്ടിൽ അടിയറ വെക്കുന്നു. ഹല്ലേലൂയ. ഇത് കാണണമെങ്കിൽ ഫെയ്ത്തിലേ കഴിയുള്ളൂ, വിശ്വാസത്താലേ കഴിയുള്ളൂ. ഇന്ന് പകൽക്കാലം എത്ര ദൈവമക്കൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? നിനക്കെതിരായി പിശാച് കരുതി വെച്ചിരുന്ന സകല ആയുധങ്ങളും അവന്റെ കാൽച്ചുവട്ടിൽ, യേശുവിന്റെ കാൽച്ചുവട്ടിലേക്ക് ഇന്ന് പകൽക്കാലം എത്തുകയാണ്. അവൻ ആയുധവർഗങ്ങളെ വെപ്പിക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഈ ദേശത്തിലെ വേലക്കെതിരായി, ഈ ദേശത്തിലെ കർത്താവിന്റെ ദാസനെതിരായി, ശുശ്രൂഷകന്മാർക്കെതിരായി, ദൈവമക്കൾക്കെതിരായി അവൻ ചുഴറ്റുന്ന ആയുധങ്ങൾ ഇന്ന് പകൽക്കാലം ഈ സഭായോഗത്തിന്റെ നടുവിൽ നിന്ന് ഉയർത്തപ്പെട്ട യേശുക്രിസ്തുവിന്റെ കാൽച്ചുവട്ടിലേക്ക് അടിയറ വെക്കുന്ന പകൽക്കാലമാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കൈകളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചേ.
വിശ്വാസ കണ്ണുകൊണ്ടൊന്ന് കണ്ടേ, വിശ്വാസ കണ്ണുകൊണ്ടൊന്ന് കണ്ട് അവനെ ഒന്ന് ആരാധിച്ചേ. ഫെയ്ത്തിനാ, വിശ്വാസത്താൽ ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ചേർന്ന് കൈകളെ അടിച്ചേ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽക്കാലം കാണുക കേട്ടോ. ഹല്ലേലൂയ. ചില വ്യക്തികളെ നോക്കി പിശാച് ഹല്ലേലൂയ അവൻ ചിരിക്കുക. ചില വ്യക്തികളെ നോക്കി പിശാച് കരയുക. കാരണം ആയുധങ്ങളില്ല. ഇവിടെ മധ്യസ്ഥത ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നത് നിമിത്തമായി ചിലർക്കെതിരായുള്ള ആയുധങ്ങൾ അവൻ വെച്ച് ഈ 2024 നിന്നെ ജീവനോടെ ശേഷിപ്പിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് മരണം വഴിയായി നിന്നെ കടത്തി കളയുക പിശാച് പല പ്രാവശ്യം ശ്രമിച്ചിട്ടും ഇന്ന് പകൽക്കാലം ജീവനോടെ വന്ന് ഈ സഭായോഗത്തിൽ ദൈവത്തെ ആരാധിക്കാൻ കാരണം എന്താണെന്നറിയാമോ? നിനക്കെതിരായി വന്ന ആയുധങ്ങൾ ഹല്ലേലൂയ അവന്റെ കാൽച്ചുവട്ട് കാൽവറി ക്രൂശിൽ അടിയറ വെച്ച നിമിത്തമായിട്ടാണ് ഇന്ന് പകൽക്കാലം യേശുവിനെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില വാഹന അപകടങ്ങളിൽപ്പെട്ട് ഹല്ലേലൂയ, ചില വാഹന അപകടങ്ങളിൽപ്പെട്ട് ഹല്ലേലൂയ അംഗഹീനങ്ങൾ സംഭവിക്കേണ്ടവരായി അസ്ഥികൾക്ക് കേടുപാട് സംഭവിക്കുവാൻ കഴിഞ്ഞ 2024 ശത്രു ശക്തമായി പോരാടിയ സ്ഥാനത്ത് എന്നെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ദൈവസഭയോട് പറയുന്നു, നിനക്കൊരു പോറൽ പോലും പറ്റാതെ അവന്റെ ഉള്ളൻ കൈകത്ത് തൂത്തത് സൂക്ഷിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ അവന്റെ ആയുധങ്ങൾ ഫലിക്കയില്ല. ഒന്ന് ധൈര്യമായി അതരങ്ങളെ തുറന്നു പറ. ആയുധങ്ങൾ ഫലിക്കയില്ല, ശുദ്രങ്ങൾ ഫലിക്കയില്ല, ആഭിചാരങ്ങൾ ഫലിക്കയില്ല, നേർച്ച കാഴ്ചകൾ ഫലിക്കയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ആരാധിക്കുക. അല്ലെ, ഒന്നും ഭവിക്കയില്ല, നിനക്കൊന്നും വരികയില്ല. കാരണം യേശു പിശാചിന്റെ കയ്യിൽ നിന്ന് ആയുധങ്ങളെ പിടിച്ചു വാങ്ങി. ഹല്ലേലൂയ. ആ ദൈവശക്തി ഒന്ന് വ്യാപരിക്കട്ടെ. ആ ദൈവശക്തി ഈ ഹോളിനകത്തേക്ക് ഒന്ന് വ്യാപരിക്കട്ടെ. ദൈവ മക്കളിലേക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. സർവ്വമഹത്വം, all the glory and honor, all the glory and honor. Hallelujah. Almighty God, we give all the glory and honor. എല്ലാ മഹത്വം ദൈവത്തിന് നൽകുക, എല്ലാ പുകഴ്ചയും ദൈവത്തിന് നൽകുന്നു. ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ശക്തിയോടെ, ഉത്സാഹത്തോടെ, ബലത്തോടെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയോടെ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഹല്ലേലൂയ ലേഖനങ്ങളിൽ വായിച്ചപ്പോൾ ഞാൻ കണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പിശാചിന്റെ കൈകളിലെ ആയുധങ്ങളെ ദൈവാത്മാവ് പിടിച്ചു വാങ്ങിക്കുന്നു. ആമേൻ. പിന്നെ വേറൊരു കാര്യം, കാൽവറി ക്രൂശിൽ വെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നൊരു കാര്യം എന്തെന്നറിയോ? നമ്മൾ ആരും കണ്ടില്ല, പക്ഷേ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, പിശാചിന്റെ തലയെ അവൻ ചവിട്ടി തകർത്തു. ഒരു സ്തോത്രം ചെയ്തേ. ആമേൻ. ശത്രുവിന്റെ തലയെ അവൻ ചവിട്ടി തകർത്തു. കാൽവരി ക്രൂശിന്മേ ഹല്ലേലൂയ ലോക മനുഷ്യൻ കണ്ടത് യേശു നിലവിളിക്കുന്നതാ. ലോക മനുഷ്യൻ കണ്ടത് യേശു കരയുന്നതാ. ലോക മനുഷ്യൻ കണ്ടത് അവന്റെ ശരീരം ഉഴവുചാല് പോലെ കീറിയതാ. ലോക മനുഷ്യൻ കണ്ടത് അവനെ അപമാനിച്ചതാ. പക്ഷേ ഒരു കാര്യം, ഹല്ലേലൂയ അപമാനങ്ങൾക്കും നിന്ദകൾക്കും അപ്പുറമായി ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ കണ്ടത് എന്താണെന്നറിയാമോ? ആ കാൽവരി ക്രൂശിൽ യേശു നിലവിളിക്കുകയല്ലായിരുന്നു, പിശാചിന്റെ തലയെ ചവിട്ടി തകർത്ത് ഹല്ലേലൂയ അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടുന്ന, അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടുന്ന ഒരു നസ്രയനായ യേശു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ശക്തിയോടെ ആ ദൈവത്തെ ചില മിനിറ്റുകൾ ആ കൈകളെ ചേർത്തടിച്ച് വിശ്വാസത്താൽ ദൈവത്തെ ആരാധിച്ച് ഹല്ലേലൂയ വിശ്വാസത്താൽ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളൊന്ന് വിശ്വസിച്ചോ? ഹല്ലേലൂയ. പിശാചിന്റെ തലയെ അവൻ കാൽവരി ക്രൂശിൽ വെച്ച് ചവിട്ടി തകർക്കുന്നത് നിങ്ങളുടെ വിശ്വാസ കണ്ണാൽ ഒന്ന് കണ്ടേ. വിശ്വാസ കണ്ണാൽ കണ്ടൊന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. ഇല്ല, നിനക്കെതിരെ ഒരായുധവും ഫലിക്കയില്ല. ഒരായുധവും ഫലിക്കയില്ല. ഒന്ന് വിശ്വാസത്താൽ ഒന്ന് പറ, ഒരായുധവും ഫലിക്കത്തില്ല. ഹല്ലേലൂയ. നിനക്ക് നേരെ ശുദ്രം ചെയ്യത്തില്ലെന്നല്ല, ചെയ്യും, പക്ഷെ ഫലിക്കത്തില്ല. നിനക്ക് നേരെ മന്ത്രവാദം ചെയ്യും, ഹല്ലേലൂയ, ഒരു കാര്യം ഫലിക്കത്തില്ല. നിനക്ക് നേരെ ശത്രു പല്ല് കടിക്കും, പക്ഷേ വേറൊരു കാര്യം ഹല്ലേലൂയ ഫലിക്കത്തില്ല. ശത്രു പല്ല് കടിച്ച് ഉരുകിപ്പോകുമ്പോ ഹല്ലേലൂയ കാൽവരി ക്രൂശിനെ വിശ്വസിക്കുന്ന, യേശുവിനെ വിശ്വസിക്കുന്ന നമുക്ക് പറയാൻ കഴിയും, അവനെ ഞാൻ വിശ്വസിക്കുന്നു, അവന്റെ ക്രൂശ് മരണത്തെ ഞാൻ വിശ്വസിക്കുന്നു, അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.
യേശു ക്രിസ്തു കാൽവരി ക്രൂശിന്മേൽ ഇങ്ങനെ കിടക്കുക കേട്ടോ. കാൽവരി ക്രൂശിന്മേൽ കർത്താവ് ചില മണിക്കൂറുകൾ കാൽവരി ക്രൂശിന്മേൽ കിടന്നു എങ്കിലും ഹല്ലേലൂയ, കാൽവരി ക്രൂശിന്മേൽ കിടന്ന് കർത്താവ് ഓരോ കാര്യം ചെയ്യുക. പിശാചിന്റെ കയ്യിലിരുന്ന സകല ആയുധങ്ങൾ. പിന്നെ ബൈബിൾ വായിക്കുന്നിങ്ങനെ എന്നറിയോ? ഹല്ലേലൂയ, അവൻ നമുക്ക് വിരോധമായി എഴുതിയ എല്ലാ കൈയെഴുത്തുകളും ചട്ടങ്ങളെയും അവൻ മായിച്ചു കളഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്നത് ഹി ഇറാഡിക്കേറ്റ് അവർ ഓൾ ദ സിൻസ് എന്ന. കർത്താവ് നമ്മുടെ സകല പാപങ്ങളെയും ഇറാഡിക്കേറ്റ് ചെയ്തു. ഇറാഡിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കിയേ, കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ സ്കൂളിൽ ഹല്ലേലൂയ സാറുമാർ നമ്മുടെ ബോർഡിൽ എഴുതും അല്ലേ, ബ്ലാക്ക് ബോർഡിൽ എഴുതും. ബ്ലാക്ക് ബോർഡിനകത്ത് ചോക്ക് വെച്ച് എഴുതും. ചോക്ക് വെച്ച് എഴുതി ഇങ്ങനെ ഭയങ്കരമായ മാത്സും കണക്കും ഒക്കെ പഠിപ്പിച്ച് ഇങ്ങനെ അങ്ങോട്ട് എഴുതും. എഴുതി കഴിയുമ്പോൾ ഈ ടീച്ചറുടെ കയ്യിൽ ഡസ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ബോർഡ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സാധനം. അത് ചില സമയത്ത് ഒരു കാര്യം പറയാം, ഇങ്ങോട്ട് നോക്കിയേ, ഒരു വെള്ളത്തിൽ മുക്കി ഒന്ന് വെള്ളത്തിൽ മുക്കി നനച്ച് ആ എഴുതിയിരുന്ന കംപ്ലീറ്റ് കാര്യങ്ങളെ മായിച്ച് കളയുന്നത് പോലെ. ഇങ്ങോട്ട് നോക്കിയേ, അല്ലെങ്കിൽ വിശ്വാസത്താൽ ഞാൻ കണ്ടു എനിക്കെതിരെ പിശാച് എഴുതി വെച്ചിരുന്ന, എനിക്കെതിരെ എഴുതിയ ജാതകങ്ങൾ. ഇങ്ങോട്ട് നോക്കിയേ, പിശാച് നമുക്കെതിരെ എഴുതിയ ജാതകങ്ങൾ പിശാച് എഴുതി. നിന്റെ 30ാമത്തെ വയസ്സിൽ നീ ചാകും, നിന്റെ 20ാമത്തെ വയസ്സിൽ ഞാൻ നിന്നെ കൊല്ലും, നീ ഗുണം പിടിക്കത്തില്ല, നീ ഉയരത്തില്ല എന്നൊക്കെ പിശാച് നമുക്ക് വിരോധമായി സകല ചട്ടങ്ങളും സകല കൽപ്പനകളും സകല ന്യായവിധികളും പിശാച് നമുക്ക് സകലമായി എഴുതിയപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചേ, യേശു ക്രിസ്തു അവന്റെ ചങ്കിലെ ചോരക്കകത്ത് ആ ഡസ്റ്റർ ഒന്ന് മുക്കി ഹല്ലേലൂയ, നമുക്ക് വിരോധമായി അവൻ എഴുതിയ, പിശാച് എഴുതിയ സകല മേലെഴുത്തുകളും മേലാൽ ആരും വായിക്കത്തക്കവണ്ണോ, മേലാൽ ആരും കാണാതെ വണ്ണോ അവന്റെ ചങ്കിലെ ചോര കൊണ്ട് അവൻ ഇറാഡിക്കേറ്റ് ഓൾ ദ സിൻസ്, എല്ലാ പാപങ്ങളെയും അവന്റെ രക്തത്താൽ അവൻ തുടച്ചു മാറ്റി. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ, അതെന്റെ ഫെയ്ത്ത് ആണ്. ഇന്ന് ഞാൻ പാപിയല്ല, ഇന്ന് ഞാൻ നീതിമാനാണ്. എങ്ങനാ നീതിമാൻ? പിശാച് നീ പാപി എന്ന് പറഞ്ഞാലും അല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, എന്നെ യേശുവിന്റെ രക്തം, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി. ഒന്ന് ഉറക്കെ പറ, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സഭയൊന്ന് ഉറക്കെ പറഞ്ഞ്, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചു. ആ ശുദ്ധീകരിച്ച രക്തത്തെ ആ ഇരു കരങ്ങളെ ഉയർത്തി, ആ ഇരു കൈകളെ ഉയർത്തി, ആ വീശി ദൈവത്തിന് മഹത്വം കൊടുത്ത്. ഹല്ലേലൂയ, അതെന്റെ ഫെയ്ത്ത് ആണ്, അതെന്റെ ഫെയ്ത്ത് ആണ്. ഇവിടെ കാണുന്ന ഹല്ലേലൂയ, കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല വിശ്വാസം. കണ്ണുകൊണ്ട് നാളെ വരുന്ന നന്മയും നാളെ വരുന്ന ഭാവിയും മാത്രമല്ല വിശ്വാസം. അതിൻ്റെ അപ്പുറമായി ഞാൻ വിശ്വസിക്കുന്ന കാര്യം, എൻ്റെ പാപങ്ങളെ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ വെച്ച് എൻ്റെ പാപങ്ങളെ കർത്താവ് തുടച്ചു മാറ്റി. ഇന്ന് ഞാൻ നീതിമാനാണ്. ഹല്ലേലൂയ, ഒന്ന് ഉറക്കെ പറ, ഇന്ന് ഞാൻ നീതിമാനാണ്. എന്റെ ശാപങ്ങളെ യേശു വഹിച്ചു. ഒന്ന് ഉറക്കെ പറഞ്ഞ, എന്റെ ശാപങ്ങളെ, ഉറക്കെ പറ, എന്റെ ശാപങ്ങളെ യേശു വഹിച്ചു. ഉറക്കെ പറ, എന്റെ രോഗങ്ങളെ യേശു വഹിച്ചു. ഹല്ലേലൂയ, എന്റെ വേദനകളെ. അതെന്റെ ഫെയ്ത്താണ്, അതെന്റെ ഫെയ്ത്താ, അതെന്റെ ഫെയ്ത്താ. ഹല്ലേലൂയ, ഇന്ന് എനിക്ക് മുൻകാല പാപങ്ങളില്ല, കഴിഞ്ഞകാല പാപങ്ങളില്ല, ജന്മപാപങ്ങളില്ല. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, നമ്മളെല്ലാം പാപിയായിട്ടാണ് ജനിച്ചത്. ബൈബിൾ പറയുന്ന പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ആമേൻ, ഞാൻ പാപത്തിലാണ് ജനിച്ചത്. പാപത്തിൽ, ഞാൻ നോക്കിയേ, പാപത്തിൽ ജനിച്ചു. നമ്മളെല്ലാം പാപത്തിലാണ് ജനിച്ചത്. അത് എങ്ങനെ പാപത്തിൽ ജനിക്കാൻ കാരണം? ഹല്ലേലൂയ, എൻ്റെ അമ്മയപ്പന്മാർ പാപിയായതുകൊണ്ട് ഞാനും പാപിയായി. എൻ്റെ അമ്മയപ്പന്മാരുടെ അപ്പന്മാരെല്ലാം പാപിയായതുകൊണ്ട് ഞാൻ പാപിയായി. അങ്ങനെ പോയി ആദം മുതൽ ഹല്ലേലൂയ, ആദമ്യ ലംഘനത്താൽ സകല മനുഷ്യനും പാപിയായി. ഇങ്ങനെ നോക്കിയേ, ഹല്ലേലൂയ. ആദം, പണ്ട് എന്നോട് ചോദിച്ചു, പാസ്റ്ററെ, ഈ ആദം പാപം ചെയ്തുകൊണ്ട് നമ്മളെല്ലാം പാപിയായത് എങ്ങനെ? എടാ, ഒരാൾ തെറ്റ് ചെയ്തുകൊണ്ട് നമ്മളെല്ലാം, ഇപ്പം നമ്മുടെ വീട്ടിലെ എനിക്ക് 2 മക്കളുണ്ട്. ഞാൻ നേരത്തെ കൊച്ചിലെ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ 2 പേരെ അടിക്കും. വേറെ കൃത്യം വേണ്ടെന്ന് വെച്ചാൽ മൂത്തതിനെ അടിക്കും, ഇളതിനെ അടിക്കും.
അപ്പോൾ ഒരാൾ ചോദിക്കും, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എന്നെ എന്താ? ഞാൻ പറയും, അവനൊരു പഞ്ചിന് വേണ്ടി നിനക്കൂടി ഇരിക്കട്ടെ, മാറ്റി നിർത്തിയെന്ന് വേണ്ടല്ലോ, അല്ലേ? അപ്പോൾ അവൻ തെറ്റ് ചെയ്തിട്ട് എന്നെ തല്ലിയും ചോദിക്കും, അല്ലേ? നമ്മുടെ എല്ലാം സംശയമാണ്. ആദം പാപം ചെയ്തത് കൊണ്ട് എനിക്കെന്ത് വേണം? ഞാൻ എങ്ങനെ പാപിയാകുന്നത്? ഹല്ലേലൂയ. ഒരു കാര്യം നിങ്ങൾ ഓർമ്മ വേണം. ഹല്ലേലൂയ. ഒരു കാര്യത്തെ നമുക്ക് ഒരു അറിവ് നമുക്ക് വേണം. എങ്ങനെ ആദം പാപിയാവുന്നു, നമ്മളെല്ലാം പാപിയായത്? വിശുദ്ധ വേദപുസ്തകം കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, ഏകന്റെ ലംഘനം എന്ന് പറഞ്ഞാൽ ആദമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ സകല മാനവരാശിയും ആദമിൽ ഇൻക്ലൂഡായിരുന്നു. ശ്രദ്ധിച്ചേ, നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ആദമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ആദമിനകത്ത് ദൈവ സകല വംശാവലിയെയും ആദമിന്റെ കടിപ്രദേശത്ത് ആദമിൽ ദൈവം ഉൾക്കൊള്ളിച്ചു. അവനെ ഇൻക്ലൂഡ് ചെയ്തു, അവനിൽ ഇൻക്ലൂഡ് ചെയ്തു. അതുകൊണ്ടാ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ, നിന്റെ കടിപ്രദേശത്തുള്ള നിന്റെ മകൻ. അബ്രഹാമിന് ഇതുവരെ മകൻ ജനിച്ചിട്ടില്ല, ഹല്ലേലൂയ, ജനിക്കാൻ പോകുന്നതേ ഉള്ളൂ. അവനോട് ഫെയ്ത്തിൽ, വിശ്വാസത്താൽ അബ്രഹാമിനോട് ദൈവം പറയുന്നത്, നിന്റെ കടിപ്രദേശം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, നിന്റെ ഉള്ളിലുള്ള നിന്റെ മകൻ. ഇത് പറഞ്ഞതുപോലെ ആദം ദൈവ സൃഷ്ടിക്ക് ഏകന്റെ ലംഘനം. ഏകനായ ആദം പാപം ചെയ്തപ്പോ സകല വംശാവലികളിലേക്കും ആ പാപത്തിന്റെ കഠോര വിഷം കയറി. അതുകൊണ്ടാണ് ഹല്ലേലൂയ, പുരുഷന്റെ ഇഷ്ടപ്രകാരമല്ല, മാനുഷിക ജന്മത്താലല്ല, ഒരുവൻ ഈ ഭൂമിയുടെ മധ്യഭാഗത്തായി ജനിച്ചു. അവനാ നസ്രയനായ യേശു. ഹല്ലേലൂയ. അവൻ പുരുഷന്റെ ഇഷ്ടത്താൽ അല്ല ജനിച്ചത്, ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിച്ച് അവൻ പാപമില്ലാത്തവനായി ഈ ഭൂമിയിൽ വന്ന് മാനവരാശിയുടെ പാപങ്ങൾ മുഴുവൻ അവന്റെ തോളിൽ വഹിച്ചിട്ട് അവൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞു, കഴിഞ്ഞുപോയ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ആദം മുതൽ ഇങ്ങോട്ടുള്ള പാപങ്ങളും ഇനി ഭൂമിയിൽ ജനിക്കാൻ പോകുന്ന സകല മാനവരാശിയുടെ പാപങ്ങളും ഞാൻ എൻ്റെ തോളിൽ വഹിക്കുന്നു. ഞാൻ ആ പാപങ്ങളെ ഏറ്റെടുക്കുന്നു. ഞാൻ പാപത്തിന് പ്രായശ്ചിത്തമായി ഞാൻ തന്നെ എന്നെ തന്നെ യാഗമായി അർപ്പിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിന് പരിഹാരമായി ഞാൻ എന്നെ തന്നെ അർപ്പിക്കുന്നു. അങ്ങനെ കാൽവരി ക്രൂശിൽ യേശു പിടഞ്ഞു മരിച്ചു. ഇന്ന് പകൽ നമുക്ക് നേർച്ചകൾക്കോ കാഴ്ചകൾക്കോ അല്ലെങ്കിൽ പാപ പരിഹാരത്തിനായി നാം ഒന്നും ചെയ്യണ്ട. ഞങ്ങളുടെ നാട്ടിൽ കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയൊരു പള്ളിയുണ്ട്, മണർകാട് പള്ളി എന്ന് പറയും. ഇവിടുത്തെ നമ്മുടെ വെട്ടുകാട് പള്ളി പോലത്തെ വേറെ അതേ സിസ്റ്റത്തിലുള്ളൊരു പള്ളി. സ്തോത്രം. അപ്പോൾ ഞങ്ങളൊക്കെ ചെറിയ പ്രായമാകുമ്പോൾ ഈ മണർകാട് പള്ളിയിലെ 8 നോയമ്പെന്ന് പറയും. അത് ഭയങ്കര ഒരു നോയമ്പാണ് എന്ന് പറഞ്ഞാൽ, എനിക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര കഷ്ടതയാണ്. എൻ്റെ വീട്ടിലെ പത്തനംതിട്ടയിലെ എൻ്റെ വീട്ടിൽ ഭയങ്കര കഷ്ടതയാണ്. ഒരു രീതിയിലും ഗുണം പിടിക്കുകയില്ല. അപ്പം എൻ്റെ അപ്പനൊന്നും വിശ്വാസത്തിലല്ല, അവരൊക്കെ നാമധേയ ക്രിസ്ത്യാനികളാണ്. അപ്പോൾ എൻ്റെ അപ്പം പറയും, ഈ വർഷത്തെ നോയമ്പ് 8 ദിവസം നമുക്ക് നോയമ്പ് പിടിക്കാം എന്ന് പറഞ്ഞാൽ ഉപവാസം. നോയമ്പെന്ന് പറഞ്ഞാൽ ഉപവാസമാണ്. ഞങ്ങളുടെ ഉപവാസം എന്ന് പറഞ്ഞാൽ ഇറച്ചി മീനും കഴിക്കുകയല്ല, ബാക്കിയെല്ലാം കഴിക്കും. വെള്ളം അടിക്കുന്ന അച്ഛനാണെങ്കിൽ 8 ദിവസമൊക്കെ വെള്ളം അടിക്കുകയല്ല. അതാണ് ഞങ്ങളുടെ 8 നോയമ്പ്. അപ്പോൾ 8 നോയമ്പിൻ്റെ പ്രത്യേകതയുണ്ട്. എൻ്റെ അപ്പൻ നേരും 101 വീട്ടിൽ എൻ്റെ പിള്ളാരെ കൊണ്ട് നടന്ന് ഞാൻ പിച്ച എടുക്കാം. എൻ്റെ അപ്പൻ്റെ ഒരു നേർച്ചയാണ്. അപ്പൊ ഞാൻ ഈ കൊച്ചു പ്രായത്തില് എന്നെ എൻ്റെ അനിയനെയും കൊണ്ട് എൻ്റെ അപ്പൻ ഈ 101 വീട്ടിൽ പോകും. വീട്ടിൽ ചെന്നെന്ന് അറിയാനായിട്ട് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കല്ലെടുക്കും. കാരണം എത്ര വീട്ടിൽ ചെന്നെന്ന് അറിയണമല്ലോ, എണ്ണം തേക്കാനായിട്ട്. അപ്പൊ ഞാൻ ആ വീട്ടിൽ ചെന്ന് പറയും, ഞങ്ങള് മണർകാട് പള്ളിക്ക് പോവുകയാണ്, എന്തെങ്കിലും നേർച്ച തരണം. അപ്പൊ അവര് അന്നത്തെ കാലത്ത് 25 പൈസയോ 10 പൈസയോ തരും. അതിങ്ങനെ വാങ്ങിച്ച് കൂട്ടും. അങ്ങനെ 101 വീട്ടിൽ കയറും. 101 വീട്ടിൽ കിട്ടുന്ന പൈസയൊക്കെ ഞങ്ങൾ പിടിപ്പണം എന്ന് പറയുന്നു. പിടിപ്പണം. ഇതൊരു തുണി കെട്ടും. തുണി കെട്ടിയട്ടെ ഞങ്ങളിങ്ങനെ ആ പള്ളിയിൽ പോവും. അവിടെ ഇങ്ങനെ വാവൊളിച്ച് നിൽക്കുന്ന ഒരു വിഗ്രഹം, ആ വിഗ്രഹത്തിന് മുമ്പിൽ ചെന്ന് അവിടെ അങ്ങനെ നിൽക്കും. അവിടെ ഇങ്ങനെ ഒരു കന്യാമറിയാമിൻ്റെ ഒരു രൂപമുണ്ട്. ആ രൂപത്തിന് മുമ്പിലോട്ട് ഈ പൈസ വാരി അങ്ങ് ഇങ്ങനെ എറിഞ്ഞിട്ട് അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ കുളിക്കും. കുളിച്ചിട്ട് മണലിനകത്ത് കിടന്ന് ഞാൻ ഉരുളും. എന്നെയും എൻ്റെ അനിയനെയും കൂടെ എൻ്റെ അപ്പൻ ഉരുട്ടും. ഇങ്ങനെ ഉരുട്ടും.
ശയനപ്രതിഷ്ഠണം. അങ്ങനെ ഉരുണ്ട് പെരണ്ട് ക്രിസ്ത്യാനിയായിട്ടും ദൈവമക്കളെ ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാതെ വിടുതലിന് വേണ്ടി ശാപം മാറാൻ, പാപം മാറാൻ അനേക പള്ളികളിൽ കയറി ഇറങ്ങി അനേക നേർച്ച കാഴ്ചകൾ കർപ്പിച്ച് അതേ മറ്റുള്ളവനേക്കാളും വികൃതമായി പിച്ചയെടുത്ത് നേർച്ച നേർന്ന് ഉരുണ്ടും പെരണ്ടും ഒക്കെ കിടന്നു. ഇതൊട്ടൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ശാപം മാറിയില്ല. സ്തോത്രം ചെയ്തേ, ആമേൻ, ഹല്ലേലൂയ. ശാപം കൂടിയതല്ലാതെ ശാപം മാറിയില്ല. ഈ അവിടുത്തെ ഏറ്റവും വലിയ ഞങ്ങളെ ഈ താമസിക്കുന്ന ഈ ശബരിമല ഭാഗത്തുള്ള ഈ വനമേറിയയിലാണ് ഞങ്ങളുടെ വീട്. ചിറ്റാർ സീതത്തോടെന്നൊക്കെ പറയുന്ന ഏരിയയിലാണ് ഞങ്ങളുടെ നാട്. അന്നത്തെ കാലത്തൊക്കെ അടിച്ച് ഭയങ്കര കാടാണ്. ഇപ്പോഴും വലിയ ആനയൊക്കെ ഉണ്ട്, നിങ്ങൾ വായിക്കുന്ന കാണാം. അവിടെ ആന ഇറങ്ങി പുലി ഇറങ്ങി എന്നൊക്കെ അങ്ങനെയുള്ള നാടാണ്. അവിടെ ഇഷ്ടംപോലെ പാമ്പുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ എൻ്റെ ഫാദറിൻ്റെ ഒരു അവിടെ വലിയൊരു പദ്ധതി എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഈ പാമ്പിൻ്റെ രൂപം വാങ്ങിച്ച് അവിടെ കൊടുക്കണം. അത് ഞാൻ വീട്ടിൽ പാമ്പ് കയറുകയല്ലെന്നാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എൻ്റെ അപ്പൻ ഒരു റബ്ബർ ടാപ്പിങ്ങാരനായിരുന്നു. സ്തോത്രം. എൻ്റെ അപ്പൻ ഞാനും എൻ്റെ അനിയനും കൂടെ 8 നോയമ്പും നോത്ത് ഈ കുളത്തിൽ കിടന്ന് കുളിച്ച് മണലിൽ കിടന്ന് ഉരുണ്ട് ഈ പാമ്പിനെ കൊണ്ട് നേർച്ചയും കൊടുത്ത് വന്നതിൻ്റെ പിറ്റേ ആഴ്ചയിൽ എൻ്റെ അപ്പൻ രാവിലെ നടന്നു പോയപ്പോൾ ഒരു മൂർക്കം പാമ്പിൻ്റെ മണ്ട കയറി ചവിട്ടി. സ്തോത്രം. രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോയപ്പോൾ ജീപ്പ് കയറി വാലിൽ കൂടെ, ഒരു മൂർക്കം പാമ്പിൻ്റെ വാലിൽ കൂടെ ജീപ്പ് കയറി. ആ പാമ്പ് അവിടെ കിടന്നു. അങ്ങനെ വലിയ ലൈറ്റുള്ള സ്ഥലമൊന്നുമല്ല. എൻ്റെ പിതാവ് എന്നും പോകുന്നത് പോലെ ഇങ്ങനെ പോയി ആ പകുതി അരഞ്ഞ പാമ്പിൻ്റെ മുകളിൽ കയറി ചവിട്ടി. എൻ്റെ പിതാവിൻ്റെ കാലെ കടിച്ചു. 2-3 കടി കടിച്ചു. എന്ത് നേർച്ച കൊടുത്തോണ്ട് എന്ത് ഗുണം? ഉരുണ്ടത് കൊണ്ട് എന്ത് ഗുണം? ഹല്ലേലൂയ. അനാവശ്യ കാര്യങ്ങൾക്ക് പോയത് കൊണ്ട് ഓരോ ദിവസം ഞങ്ങളുടെ ശാപങ്ങൾ വർദ്ധിച്ചതല്ലാതെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ശാപം ഒഴിഞ്ഞു മാറിയില്ല. എൻ്റെ പിതാവിനെ പാമ്പ് കടിച്ച് കൊത്തിമലർത്തി പത്തനംതിട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ICUവിൽ എത്രയോ ദിവസം കിടന്ന് വീടിനകത്ത് ടാർപ്പാവര വലിച്ചു കെട്ടി. എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ പിതാവിൻ്റെ ഡെഡ് ബോഡി ഇപ്പൊ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ടാർപ്പാവര വലിച്ചു കെട്ടി. ഹല്ലേലൂയ. നന്ദി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചെറിയൊരു പെന്തക്കോസ് ചർച്ചുണ്ട്. ആ ദൈവസഭയിൽ ഞങ്ങൾ പോയിട്ടില്ല. പക്ഷേ ഞാൻ ഓടി ആ ചർച്ചിൽ ചെന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പനെ പാമ്പ് കടിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ മരണത്തോട് മുഖാമുഖം നോക്കി കിടക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കണ്ടാൽ സൗന്ദര്യമില്ലാത്ത വളരെ സാധുക്കളായിരിക്കുന്ന ദൈവദാസനും കുടുംബവും മുഴങ്കാലും മടക്കി എൻ്റെ അപ്പന് വേണ്ടി, എൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. പാമ്പിന്റെ വിഷമിറങ്ങി മരണക്കിടക്കകളെ ദൈവം മാറ്റിമറിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, നേർച്ചയും കാഴ്ചയും ഉരുളികമത്തലും ഊരുള്ളലും ഇതൊന്നുമല്ല വിടുതൽ. ഹല്ലേലൂയ. ഞങ്ങൾ അന്ന് വിശ്വസിച്ചു. ഞങ്ങളോട് അന്ന് പറഞ്ഞു, ഹല്ലേലൂയ, നിന്റെ പാപം പേറി, നിന്റെ ശാപം പേറി ഒരുവൻ കാൽവറി ക്രൂശിന്മേൽ അവൻ പരമയാഗമായി. അവനാണ് എന്റെ വിശ്വാസം. അവനിൽ വിശ്വസിക്കൂ. ഹല്ലേലൂയ. ഒറ്റ വിശ്വാസം കൊണ്ട് ഞങ്ങളുടെ ശാപം മാറി. ഒറ്റ ഫെയ്ത്ത് കൊണ്ട് ഞങ്ങളുടെ ശാപം മാറി. ഒറ്റ പാക്കേജ് ആയിരുന്നു. ഒറ്റ വിശ്വാസം കൊണ്ട് ഞങ്ങളുടെ ശാപം മാറി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് രോഗത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറി. സ്തോത്ര. ഹല്ലേലൂയ. ഗുണം പിടിക്കത്തില്ലെന്ന് ലോക മനുഷ്യർ ഞങ്ങളെ നോക്കി തലകുലുക്കി പറഞ്ഞ മനുഷ്യന്റെ സകല ചിന്താഗതികൾക്ക് അപ്പുറമായി പ്രവർത്തിച്ച ഒരു ദൈവ സാന്നിധ്യം ഏതെന്ന് ചോദിച്ചാൽ ഇന്ന് പകൽക്കാലം എബ്രായ ലേഖനം 1 നമ്മൾ വായിച്ചതുപോലെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളോ നിശ്ചയമാകുന്നു. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ഞാനൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. ഇന്നത്തെ നിന്റെ പരിതസ്ഥിതി, പരിശുദ്ധാത്മാവിനോട് പറയുന്നതുകൊണ്ട് ഞാൻ പറയുക, ഇന്നത്തെ നിന്റെ പരിതസ്ഥിതി കണ്ടാൽ നിനക്ക് ചില കാര്യങ്ങൾ കടന്ന് വിശ്വസിക്കാൻ കഴിയത്തില്ല. നിന്റെ തലമുറ ഒരു രീതിക്ക് അപ്പുറം പോവുകയല്ല. ഇതാണ് നിന്റെ ഇന്നത്തെ വിശ്വാസം. സാഹചര്യം നോക്കിയാൽ പോകത്തില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, സാഹചര്യങ്ങളെ പൊളിച്ചെഴുതി ഇങ്ങനെ നോക്കിയേ, നിന്റെ ചിന്താഗതികൾക്കും നിന്റെ മനോഭാവങ്ങൾക്കും ലോകം പറയുന്നതിന് അപ്പുറമായി ചിന്താഗതികളെ പൊളിച്ചെഴുതി നിന്നെ അപ്പുറം കടത്തുന്നത് ആ വിശ്വാസം എന്ന് പറയുന്ന കാര്യം. ഇന്ന് പകൽക്കാലം ദൈവത്തോട് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. നിന്റെ ശരീരം നിന്നോട് പറയും നിനക്ക് ക്ഷീണമാ. നിന്റെ ശരീരം നിന്നോട് പറയും ഭാരമാ. നിന്റെ സാമ്പത്തികം പറയും പറ്റത്തില്ല. നിന്റെ സാമ്പത്തികം പറയാൻ നടക്കുകയല്ല. പക്ഷെ സാമ്പത്തികത്തിന്റെയും പരിതസ്ഥിതിക്ക് അപ്പുറമായി ചലിക്കുന്ന ഒന്നാണ് ഫെയ്ത്ത്, വിശ്വാസം. ഹല്ലേലൂയ. 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 ഞാന് ഇതുപോലെയുള്ള ഈ കുഞ്ഞുങ്ങളുടെ പ്രായത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഈ ഫ്രണ്ടിലിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ പ്രായത്തിൽ ഞാൻ സൺഡേ സ്കൂളിൽ പോയത്.
സ്തോത്രം. എൻ്റെ വീട്ടിൽ ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. ആ ചെറിയ പ്രായത്തിൽ ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങളുടെ കർത്താവ് വലിയവനെന്ന്. ആമേൻ, ആമേൻ, ആമേൻ. ഒരു സ്തോത്രം പറയാൻ കഴിയും. ആമേൻ. ഇന്ന് ചില വിഷയങ്ങൾ ഓർത്ത് ഭാരത്തോടെ ഈ സഭായോഗത്തിൽ വന്നിട്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ പരിശുദ്ധാത്മാവ് പറയുന്നത്, നിന്റെ സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവ് ഈ 2025 പ്രാരംഭങ്ങളിൽ പരിശുദ്ധാത്മാവ് പൊളിച്ചെഴുതും. ഒരു സ്തോത്രം ചെയ്തേ. ആമേൻ. ഈ 2025 നീ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറമായി ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ നടത്തും. ചില പുതുവഴികൾ നിന്റെ മുമ്പിൽ കൊണ്ടുവരും. ഈ ദേശത്തിലെ വേലയോടുള്ള വിധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, സ്ഥലം പോരാതെ വണ്ണോ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ അതിന്റെ തലങ്ങളിലേക്ക് നയിക്കുന്ന വർഷമാണ് 2025. വിശ്വസിക്കുന്ന ദൈവമക്കളെ കൈകളെ ചേർത്തടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കൊരു നിമിഷം ഒന്ന് മുഴങ്കാലിൽ ഇരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് മുഴങ്കാലിൽ മേൽ ഒരു നിമിഷം ഒന്നിരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. ഇന്ന് പകൽക്കാലം എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു, ലോർഡ് ഐ നീഡ് വൺ ഡെലിവർ. കർത്താവേ, എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. ചില വിഷയങ്ങളിൽ മേലൊരു ചലനം എനിക്ക് ഈ പകൽക്കാലം ആവശ്യമാണ്. വ്യക്തമായ ചില ഓപ്പണിങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. വ്യക്തമായ ചില ഓപ്പണിങ്ങൾ, വ്യക്തമായ ചില ചലനങ്ങൾ. ചില ദേശങ്ങൾ ഒരു ഡാമിന്റെ ഷട്ടർ തുറക്കുന്നത് പോലെ ചില ദേശങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ചർച്ചിന് വേണ്ടി തുറക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു ദേശത്തു നിന്ന് ആത്മാക്കൾ കൂട്ടമായി സഭയ്ക്കകത്തേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഒന്നിന് പുറകെ ഒന്നായി, ഹല്ലേലൂയ, ഒന്നിന് പുറകെ ഒന്നായി ചില കൂട്ടമായി ദേശത്തുനിന്ന് ചില ആത്മാക്കളെ പരിശുദ്ധാത്മാവ് ഈ ആലയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. ഇന്ന് പകൽക്കാല ചില രോഗവിടുതലുകൾ ഇന്ന് പകൽക്കാലം ഇത് സംഭവിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ചില രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാൽവറി ക്രൂശിന്മേൽ ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ അവസാന തുള്ളി രക്തവും ഊറ്റിത്തന്ന ഞങ്ങളുടെ നസറേനായ യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ ഇന്ന് പകൽക്കാലം സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, ഞെരുക്കങ്ങൾ ഇന്ന് പകൽക്കാലം വിട്ടുമാറട്ടെ. അതിനുപരിയായി ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിന്മേൽ അവസാന തുള്ളി രക്തവും യേശു ഞങ്ങൾക്ക് വേണ്ടി ഊറ്റി തന്നു എന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശു ഞങ്ങളുടെ കൈകളിൽ പിടിച്ചിട്ടുണ്ട്, യേശു ഞങ്ങളുടെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ട്, യേശു ഞങ്ങളുടെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മുടിഞ്ഞു പോകുകയില്ല, അതുകൊണ്ട് ഞങ്ങൾ താണു പോകുകയില്ല. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം വിശ്വാസത്താൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. സ്നേഹവാനായ ദൈവമേ, ഈ ദൈവമക്കളെ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ അനോയിന്റ്, ഒരു വലിയ ഡെലിവറൻസ് ഇന്ന് പകൽക്കാലം ദൈവർക്ക് കൊടുക്കണമേ. ആ ഹൃദയത്തിനകത്ത് വലിയ ആശ്വാസം പരിശുദ്ധാത്മാവ് കൊടുക്കണമേ. ആ മനസ്സിനകത്ത് വലിയൊരു ആശ്വാസം ദൈവാത്മാവ് കൊടുക്കണമേ. കർത്താവേ, ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. ഐ സെറ്റ് യു ഫ്രീ എന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം കർത്താവ് ഈ ജനം സ്വതന്ത്രരായതിനായി സ്തോത്രം. ഈ ജനം യേശുവിന്റെ നാമത്തിൽ ഫ്രീ ആകട്ടെ. ഈ ജനം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഫ്രീ ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ബോണ്ടേജുകളിൽ നിന്ന് ഈ ജനം ഇന്ന് പകൽക്കാലം ഫ്രീ ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മീകമായ സന്തോഷങ്ങൾ, ആത്മീകമായ വിടുതലുകൾ, ഭൗമികമായ വിടുതലുകൾ ഇന്ന് പകൽക്കാല ദൈവം പകർന്നതിനായി സ്തോത്രം. അങ്ങയുടെ ദാസനായി, ദാസിക്കായി, കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കൂടെയുള്ള എല്ലാ അസോസിയേറ്റ് പാസ്റ്റർമാർക്കായി സ്തോത്രം. ദൈവവേലയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഓരോ ദൈവമക്കളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം യാചിക്കുന്നത് ദൈവം കേൾക്കണമേ. ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസനോടും സഭയോടും നന്ദി ഓർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കുന്നു.